എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം എല്ലാ ബൊട്ടിക് കൊമ്പിടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് ഫാൻസി ഐറ്റംസ് കാണാം. അതിൽ ഇന്ന് പ്രധാനമായിട്ട് കാണിക്കുന്ന മാലകളാണ്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മാലകള്. കോസ്റ്റ്ലി ആകുമ്പോൾ അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. പിന്നെ കുറച്ച് വളകള്, കുറച്ച് ക്ലിപ്പുകൾ. അപ്പൊ ഇന്ന് ഈ ഐറ്റംസ് നമുക്ക് കണ്ടു തുടങ്ങാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ഇന്നലെ കുറച്ച് ഓഫറിൽ ചുരിദാറിന്റെ മെറ്റീരിയലുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തുടക്കം മുതൽ അവസാനം വരെ പറയുന്നുണ്ട്, ഇത് ഓവർ സൈസ് ഉള്ളവർ എടുക്കരുത്. അതായത് എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ ഒന്നും ഉള്ളവർ എടുക്കരുത്. അതുപോലെ ലെങ്ത് കൂടുതൽ വേണം എന്നുള്ളവർ എടുക്കരുത് എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഓരോരുത്തര് ഓരോ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് ഡബിൾ എക്സൽ ആണ് എനിക്കൊരു മെറ്റീരിയൽ വേണ്ട, അവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം. ഞാൻ ആ വീഡിയോയിൽ തുടക്കം മുതൽ അവസാനം വരെ പറയുന്നുണ്ട്, വണ്ണം കുറഞ്ഞവരും സൈസ് കുറവുള്ളവരും പൊക്കം കുറഞ്ഞവരും മാത്രമേ ഈ മെറ്റീരിയൽ എടുക്കാവൂ എന്നുള്ളത്. അപ്പോ അത് പറഞ്ഞ് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അത് ശ്രദ്ധിക്കാതെ നിങ്ങൾ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞിട്ട് കൂടുതൽ സൈസ് ഉള്ള ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞിട്ട് എനിക്കത് റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കില്ല കേട്ടോ. അത് ഞാൻ ആദ്യം തന്നെ പറയാണ്. ഞാൻ ആ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് റിട്ടേൺ എടുക്കില്ല. അപ്പോ വീഡിയോ എന്താണ് വീഡിയോയിൽ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം കൺഫർമേഷൻ ഉള്ളവർ മാത്രമേ സാധനങ്ങൾ വാങ്ങിക്കാവൂ. വൺസ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ച, അങ്ങനെയാണ് വിചാരിച്ച, എനിക്ക് ഇത് വേണ്ട, മാറ്റണം എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഞാൻ എടുക്കില്ല, ഫണ്ട് റീഫണ്ട് ചെയ്യില്ല. അതുകൊണ്ട് കൺഫർമേഷൻ ഉള്ളവർ മാത്രം സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഫാൻസി ഐറ്റംസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. നെക്സ്റ്റ് മാല എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറച്ച് മാലകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു 100 രൂപയ്ക്ക്. അപ്പൊ അതില് കമ്മലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം വന്നിരിക്കുന്ന കമ്മൽ ഇതാ നോക്ക്. മാല ഇങ്ങനെയാണ് ഇതിന്റെ മാല വരുന്നത്. ഇവിടെ ഒരു ബ്ലൂവിന്റെ ഷെയ്ഡിലുള്ള ഒരു സ്റ്റോൺ ക്രിസ്റ്റൽ പോലത്തെ കല്ലുകളാണ്. പിന്നെ ഇതിന്റെ കണ്ടോ, ഇതിന്റെ ഒക്കെ ഒരു തിളക്കം കണ്ടോ. പിന്നെ ഇതുപോലെ ഒരു ലൈറ്റ് ബേബി പിങ്ക്, വീണ്ടും ഒരു പീകോക്ക് ബ്ലൂവിന്റെ ലൈറ്റ്, വീണ്ടും ഒരു പിങ്ക്. ഇപ്പൊ ഈ മാല ഇങ്ങനെയാണ് കണ്ടോ. നല്ല സിമ്പിൾ ആയിട്ടുള്ള മാല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ ഈ മാല മാത്രമായിട്ട് വരുമ്പോ ഇങ്ങനെ വരും. ഇപ്രാവശ്യം വന്നിരിക്കുന്ന മാലയുടെ കൂടെ ഇതാ ഒരു ബ്രേസ്ലെറ്റും കൂടി ഉണ്ട് കണ്ടോ. മാലയ്ക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. പിന്നെ ഇതിന് കമ്മലും കൂടി വന്നിട്ടുണ്ട്. ഇതാ നോക്ക്, ഇങ്ങനെയാണ് ഈ കമ്മല്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച മാലയ്ക്ക് 100 രൂപ മാത്രമാണ് വില ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഈ മാല മാത്രമായിരുന്നു. ഇപ്രാവശ്യം ഈ മാല, ബ്രേസ്ലെറ്റ്, പിന്നെ ഇങ്ങനെ കമ്മല്, ഇത്രയും സാധനങ്ങൾ ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ സെറ്റിന്റെ വില വരുന്നത് 200 രൂപ. ഇനി ഇതിൽ തന്നെ ഈ മാല എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇറക്കത്തിൽ കിടക്കില്ല കേട്ടോ. ഈ ബ്ലൗസിന്റെ നെക്ക് വരെയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൽ തന്നെ വേറെ ഒരു ടൈപ്പ് കൂടി മാല വന്നിരിക്കുന്നത് ഇതാ, ഇത് നോക്ക്. ഇതാണ് വേറൊരു ഡിസൈൻ, വേറൊരു കളറുകൾ വന്നിരിക്കുന്നത്. വൈറ്റും ഗ്രേയും ആണ് ഇതിൽ വന്നിരിക്കണേ. ഇതിലും ഇതാ ബ്രേസ്ലെറ്റ് ഉണ്ട്, അതുപോലെ കമ്മലും ഉണ്ട്. ഇങ്ങനെ 3 സാധനങ്ങളാണ് ഇതിന് മാച്ചായിട്ട് വന്നിരിക്കുന്നത്. മാല, ബ്രേസ്ലെറ്റ്, കമ്മല്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. ഇനി വേറൊരു ഡിസൈൻ കാണിച്ചു തരാം. അടുത്തൊരു ഡിസൈൻ നോക്ക്. ഒരു ചെറിയൊരു പേള്, പിന്നെ അവിടുന്ന് ഇങ്ങനെ ഒരു കല്ല്, വേറൊരു ബ്ലൂ കല്ല്, വീണ്ടും അതേ ഷെയ്ഡ് തന്നെ. ഇവിടെ വരുമ്പോ ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഇതിൽ ഇട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള മാലകളാണ്. ഇതിന്റെ ഒപ്പം തന്നെ ബ്രേസ്ലെറ്റ് വന്നിരിക്കുന്നത് ഇതുപോലെ. ഇനി ഇതിന്റെ കമ്മല് വന്നിരിക്കുന്നത് ഇങ്ങനെ. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. അപ്പൊ ഇന്ന് കാണിച്ച് ഇങ്ങനത്തെ ഈ മാലകൾക്ക് ഓരോ മാലയ്ക്കും റേറ്റ് വരുന്നത് 200 രൂപ. അടുത്തത് കാണിക്കുന്നതും ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാല തന്നെയാണ്. ഇതിൽ കണ്ടേ ഈ വൈറ്റ് മുത്തുകളാണ്. ആ മുത്തും ഒക്കെ ഇതുപോലെ ഒരു ഫ്ലവർ, ഒരു ലീഫ്, അങ്ങനെയുള്ള ഒരു ഡിസൈനാണ്. ഇതിൽ ഞാൻ വെച്ച് കാണിക്കാം. കണ്ടോ, ഇതും അതെ, നമുക്ക് ഈ ബ്ലൗസിന്റെ നെക്ക് വരെയൊക്കെ നിൽക്കുള്ളൂ. പക്ഷെ നല്ലൊരു മാല, കുട്ടികൾക്ക് കോളേജിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയത്, വലിയവർക്ക് ജോലിക്ക് പോകുമ്പോഴോ യാത്രയ്ക്ക് പോകുമ്പോഴോ ഒക്കെ ഇടാൻ പറ്റിയ ഒരു സിമ്പിൾ മാല. ഇതിനും കമ്മല് വരുന്നുണ്ട് കണ്ടോ. ഇതുപോലെയാണ് ഇതിന്റെ
കമ്മല് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 195. ഇനി ഈ 195 രൂപയിൽ തന്നെ അതേ റേറ്റിൽ വരുന്ന വേറൊരു ഡിസൈനും കൂടി കാണിച്ചു തരാം. ഇതാ ഇത് നോക്ക്, ഇതിന്റെയൊക്കെ ഒരു തിളക്കം കണ്ടോ? ഇത് മുകളിൽ ഒരു ബട്ടർഫ്ലൈ, പിന്നെ ഇതിങ്ങനെ ഉരുണ്ടതല്ല, പരന്നാണ് ഈ കല്ലിരിക്കുന്നത്. പിന്നെ വീണ്ടും ഒരു പരന്നിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ഇതുപോലെ. ഇത് നല്ലൊരു തിളക്കമുള്ള ഒരു മാലയാണ്. ഇത് അത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു മാല, സിമ്പിൾ ആയിട്ടുള്ള ഒരു മാല. ഇതിന്റെ കമ്മല് വന്നിരിക്കുന്നത് കണ്ടോ? ആ കല്ലിന് എന്തൊരു തിളക്കാണ് കാണാൻ, നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്തുമാത്രം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. നല്ല തിളക്കമുള്ള ഒരു കല്ലാണ്. അപ്പോ ഈ മാലയുടെ റേറ്റ് വന്നിരിക്കുന്നത് 195. നെക്സ്റ്റ് മാല കാണിക്കുന്നത് നല്ല വിലയുള്ള ഒരു മാലയാണ്. ഇത് നോക്ക്, ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ആ ക്വാളിറ്റി എന്താന്നുള്ളത്. ഇത് നമുക്ക് സാരി ഉടുത്തിട്ട് പോകുമ്പോ അതിന്റെ കൂടെ ഒരു ഫംഗ്ഷൻ ഇട്ടുകൊണ്ട് പോവാൻ പറ്റുന്ന മാലയാണ്. ഇത് നമുക്ക് ബ്ലൗസിന്റെ നെക്ക് വരെയല്ല, അതിനേക്കാൾ കുറച്ചുകൂടി ഇറങ്ങിക്കിടക്കുന്ന ഒരു മാലയാണ്. നല്ല ക്വാളിറ്റി ഉള്ള മാലയാണ്. ഇത് പെട്ടെന്ന് നിറം പോകുന്ന മാലയൊന്നും അല്ല. നല്ല ഭംഗിയുള്ള മാല, നല്ല ക്വാളിറ്റി ഉള്ള മാല, അതനുസരിച്ച് ഇതിന് വിലയുണ്ട്. അപ്പൊ നോക്ക്, ഇതാ ഇതിപ്പോ ഞാൻ ഇതിൽ ഇട്ട് കാണിക്കാട്ടോ. ഇങ്ങനെ ഇരിക്കും, നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് ഇത്. ഇപ്പൊ ഇത്ര ഇറക്കം വന്നപ്പോ മനസ്സിലായില്ലേ? നമ്മളുടെ ബ്ലൗസിന്റെ നെക്ക് വരെയല്ല, അതല്ലാതെ കുറച്ചുകൂടി ഇറങ്ങിക്കെടുക്കും. ഇതൊക്കെ ഇടുമ്പോ ഈ ഒരൊറ്റ മാല മാത്രം ഇട്ടാൽ മതി, അതാണ് അതിന്റെ ഒരു ഭംഗി. അപ്പൊ ഇത് നമുക്ക് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാലയാണ്. ഇതിന് കമ്മല് കൂടി ഉണ്ട് കേട്ടോ. ഇതിന്റെ കമ്മല് വന്നിരിക്കുന്നത് ഇതാ ഇതുപോലെ ഹാങ്ങിങ് ആണ്. ഇതാ ഇങ്ങനെ ഇരിക്കും കമ്മല്, നോക്ക് കണ്ടോ? അപ്പോ ഇത് മാലയും കമ്മലും കൂടി വന്നിരിക്കുന്ന സെറ്റാണ്. ഇത് കരിയും പച്ച കളറിലുള്ള മുത്തുകളും സ്വർണ്ണ കളറിലുള്ള ഓരോ മുത്തും. ഇതൊക്കെ ആന്റിക്കിൽ വന്നിരിക്കുന്ന മാലയാണ്. നല്ല ഭംഗിയുള്ള മാല, നമുക്ക് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1550. ഇത് അത്രയും വിലയുള്ള മാലയാണെങ്കിൽ അതിനുള്ള ക്വാളിറ്റിയും ഉള്ള മാലയാണ്. അടുത്തൊരു മാല നോക്ക്, ഇതും എന്തൊരു ഭംഗിയുള്ള ഒരു മാലയാണ്. ഇത് നമുക്ക് ഒരുപാട് ഇറക്കത്തില്ല. ഇതിന്റെ ചരട് കണ്ടോ? ഇതാ ഇങ്ങനെ ഇത്രയും നീളമുണ്ട് ചരട്. അപ്പൊ നമുക്ക് ഇതാ ഇതുപോലെ നീട്ടിയിട്ട്, ഇത് അധികം നീളത്തിലിടുന്ന മാലയല്ല. അധികം നീളത്തിലിട്ടാൽ അതിന് ഭംഗി ഉണ്ടാവില്ല. ഇത് കുറച്ച് ഇറക്കം കുറച്ച് നമ്മുടെ ബ്ലൗസിന്റെ നെക്ക് വരെ അല്ലെങ്കിൽ കഴുത്തിന് ചുറ്റും ചുറ്റി ഇടാവുന്ന മാലയാണ്. കണ്ടോ? ഇതാ നല്ല ഭംഗിയുള്ള മാല. അതുപോലെ ഇതിനും കമ്മലുണ്ട് കേട്ടോ. ഇതിന്റെ കമ്മല് സ്റ്റഡാണ്. ഇതാ ഇതുപോലെ സെന്ററിൽ ഒരു പച്ച സ്റ്റോണും ചുറ്റും ആന്റിക്കിന്റെ വർക്കാണ് ചുറ്റും കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതും നല്ല ഭംഗിയുള്ള മാല. ഇതിന്റെ ഈ ആദ്യം കാണുന്ന കല്ലിനേക്കാൾ വലിപ്പമുണ്ട് താഴത്തേക്ക് വരുമ്പോ. അങ്ങനെയാണ് ഇതിന്റെ പണി വന്നിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുള്ള മാല. ഇതും അതെ, നമ്മളൊരു പച്ച സാരി കൊടുത്ത് ഈ ഒരൊറ്റ മാല മാത്രം ഇട്ടുകൊണ്ട് പോയാൽ മതി ഒരു ഫംഗ്ഷന്. നല്ല മാല, നല്ല ക്വാളിറ്റി ഉള്ള മാല. ഇതിന്റെ വില വരുന്നത് 960. ഈ മാല ഇപ്പൊ തന്നെ കാണിച്ച പച്ച കളർ മാലയില്ലേ, ആ മാലയുടെ കളർ വ്യത്യാസമാണ് ഈ മാല. പക്ഷെ ഇതിന്റെ കളർ വ്യത്യാസം എന്ന് പറഞ്ഞാലും ഇതിന്റെ ഈ ഷേപ്പ് ഉണ്ടല്ലോ കല്ലുകളുടെ, ഈ ഷേപ്പും ആ ഷേപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ രണ്ടും കൂടി വെച്ച് കാണിക്കാം. ഇതാ കണ്ടോ? ഇതിന്റെ ഷേപ്പും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും സെയിം തന്നെയാണ്. ഇതും അതെ, നമ്മൾക്ക് ഫംഗ്ഷൻ ഇട്ടുകൊണ്ട് പോകാൻ ഒരു മെറൂൺ കളർ സാരി ആണെങ്കിൽ ഇതാ ഇതുപോലെ ഇതിന്റെ ഈ ബാക്കിലത്തെ ചരടൊക്കെ കണ്ടോ? നല്ല ഭംഗിയിൽ പിരിച്ചു വെച്ചിരിക്കുന്ന ഒരു ചരടാണ്. അപ്പൊ ഇത് നമുക്ക് ഇതുപോലെ ഇത് മാത്രം ഇട്ടാൽ മതി ഒരു ഫംഗ്ഷന് പോകുമ്പോ. ഇപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളാണല്ലോ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പൊ ഫംഗ്ഷന് പോകുമ്പോ ഈ ഒരൊറ്റ മാലയുടെ മാത്രമേ ആവശ്യമുള്ളൂ. ഇതിനും കമ്മലുണ്ട് കേട്ടോ. ഇതിന്റെ കമ്മല് ഇതാ ഇങ്ങനെയാണ്, കമ്മല് സ്റ്റഡാണ്. ഇതാ ഇതുപോലെയാണ് ഇതിന്റെ കമ്മല് വരുന്നത്. അപ്പൊ ഈ കമ്മലില് പ്രത്യേകിച്ച് ഇതേ സ്റ്റോൺ തന്നെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് വേറെ ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 960. ഈ 960 1500 എന്നൊക്കെ പറയുമ്പോൾ സാധനങ്ങൾക്ക് അതുപോലെ വ്യത്യാസമുണ്ട് ക്വാളിറ്റിയിൽ കേട്ടോ. അതുകൊണ്ടാണ് ആ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇതും നല്ലൊരു മാല തന്നെ. നെക്സ്റ്റ് മാല എന്ന് പറയുന്നത് നോക്ക്, ഇതില് ഫുള്ളും ഈ ബീഡ്സ് വന്നിരിക്കുന്നത്, കൂടുതൽ ബീഡ്സ് വന്നിരിക്കുന്നതും ഇതുപോലെ ഈ ആന്റിക്കിന്റെ കളറിലുള്ള ബീഡ്സ് ആണ്. പിന്നെ ഇതിൽ കുറച്ച് ഭാഗം മാത്രമാണ് ഇതുപോലെ മെറൂൺ കളറ് സെന്ററിൽ ഇതുപോലെ കെട്ട്, പിന്നെ വീണ്ടും ബീഡ്സ്, പിന്നെ വീണ്ടും കെട്ട്, ഇങ്ങനെ വന്നിരിക്കുന്നത്.
ഇത് നമുക്ക് നീളത്തില് ഇടാൻ പറ്റുന്ന മാലയാണ്. ഇതാ കണ്ടോ, ഇങ്ങനെ നമുക്ക് ഇതും അതേ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് ഇട്ടുകൊണ്ട് പോവാൻ പറ്റുന്ന മാലയാണ്. ഇറക്കത്തിൽ ഇടാൻ പറ്റും, കാരണം അതിന് ഇത്രയും വള്ളി ഇതിന്റെ ബാക്കിൽ കിടക്കുക. ഞാനിത് ഇപ്പൊ ഇത് ഫുള്ളായിട്ട് കയറ്റിയിട്ടേക്കാണ്. അപ്പൊ ഇതിപ്പോ ഇത്ര ഈ ബ്ലൗസിന്റെ നെക്ക് വരെയൊന്നല്ല, അതിനേക്കാൾ കൂടുതൽ ഇറക്കത്തിൽ നല്ല ലെങ്ത്തിൽ ഇടാൻ പറ്റുന്ന, നീളത്തിൽ ഇടാൻ പറ്റുന്ന ഒരു മാലയാണ്. ഇതിന് കമ്മലുണ്ട് കേട്ടോ. ഇതിന്റെ കമ്മല് വന്നിരിക്കുന്നത് ഇതാ ഇതുപോലെ കൊട്ടക്കമ്മലാണ്. ഇതാ സെന്ററില് ഒരു ഇതിലത്തെ മുത്ത് മെറൂൺ കളർ ആയതുകൊണ്ട് ഇവിടെയും ഈ സ്റ്റഡിൽ ഒരു മെറൂൺ കളർ ഉണ്ട്. പിന്നെ ജിംക്കയാണ് വന്നിരിക്കുന്നത്. ജിംക്കയുടെ ഉള്ളില് ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ബീഡ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ കമ്മല് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ മാലയുടെ റേറ്റ് വന്നിരിക്കുന്നത് 1020. 1020 വന്നപ്പോൾ അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഇത് പെട്ടെന്ന് കളർ പോകുന്ന സാധനമേ അല്ല. നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് കളഞ്ഞ് ഒപ്പിയെടുത്ത് മാറ്റി ഒരു ചെപ്പിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ നല്ലോണം നല്ല ഇതുപോലെ നമുക്ക് കുറെ നാള് ഉപയോഗിക്കാൻ പറ്റുന്ന ലോങ് ലൈഫ് കിട്ടുന്ന മാലകളാണ്. ഇത് നല്ല ഭംഗിയുള്ള മാലയാണ്. ഇതിപ്പോ മെറൂൺ ഷെയ്ഡാണ്. ഇനി ഇതിൽ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാ പച്ചയും മെറൂണും കൂടി, ഇതിൽ രണ്ടും മെറൂൺ ആയിരുന്നു, ഇതിൽ പച്ചയും മെറൂണും കൂടി മിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു മാല. അതുപോലെ ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ്, ഇതാ പിങ്ക് കളർ. അപ്പൊ ഇങ്ങനെ 3 ഷെയ്ഡിലാണ് ഈ മാലകള് അവൈലബിൾ ആയിരിക്കുന്നത്. കണ്ടോ, ഇതിന്റെ പിങ്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ബേബി പിങ്ക് കളറാണ്. അപ്പൊ ഇങ്ങനെ 3 ഷെയ്ഡിലാണ് ഈ മാലകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 1020. നെക്സ്റ്റ് കാണിക്കുന്ന മാല എന്ന് പറയുന്നത് ഈ ചരട് മാലയാണ്. നല്ല കസ്റ്റമർ എൻക്വയറി ഉള്ള ഒരു മാലയാണ്. അപ്പൊ ഈ മാല വാങ്ങിച്ചവര് ചിലവര് പറഞ്ഞു അയ്യോ ഇത് കഴുത്തിൽ കൂടെ കടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഈ 2 കെട്ട് കണ്ടോ, ഈ കെട്ട് ഇങ്ങോട്ട് നീക്കിയാല് നമുക്ക് എത്ര നീളത്തിൽ വേണമെന്നുണ്ടെങ്കിലും ഇത് ആക്കാൻ പറ്റും. കണ്ടോ, ഇപ്പം ഇത് നമ്മൾ ബാക്കിലേക്ക് ഈ കെട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ നമുക്ക് എത്ര നീളത്തിൽ വേണമെങ്കിലും ഈ മാല ഇടാൻ പറ്റുന്ന ഒരു മാലയാണ്. ഇതില് ഒരു ബ്ലാക്ക് മെറ്റലും സിൽവറും കൂടി കലർന്ന ഒരു റൗണ്ടിലുള്ള ഒരു ഷേപ്പാണ്. ഇതുപോലെ സിൽവറിന്റെ ബീഡ്സ് ഹാങ് ചെയ്ത് കിടക്കുന്നു. ഇത് ഒരു മാലയുടെ റേറ്റ് വരുന്നത് 90 രൂപയാണ് കേട്ടോ. പിന്നത്തെ ഒരു മാല എന്ന് പറയുന്നത് ഇത് ആന്റിക്കും ബ്ലാക്ക് മെറ്റലും കൂടി കലർന്ന ഒരു ഷെയ്ഡ്, ഒരു സൺഫ്ലവറിന്റെ ഷേപ്പാണ്. പിന്നത്തത് വരുന്നത് ഇതാ ചുമ്മാ ഒരു റൗണ്ടാണ്, റൗണ്ടിൽ ചെറിയ ചെറിയ ഇങ്ങനത്തെ പണികള്. പിന്നത്തതിൽ വരുന്നത് ഇതാ ഇതുപോലത്തെ ഒരു പെൻഡന്റ് ആണ്. നല്ല ഭംഗിയാണ്. ഈ പെൻഡന്റുകളൊക്കെ നല്ല ഭംഗിയുള്ള പെൻഡന്റുകളാണ്. പിന്നെ സിൽവറിൽ വരുന്ന ഇതുപോലത്തെ ഈ സൺഫ്ലവറിന്റെ തന്നെ ഷേപ്പില് സിൽവറിൽ. അപ്പൊ സിൽവറിൽ 2 എണ്ണാണ് ഉള്ളത്, ഇതും പിന്നെ ആന്റിക് ബ്ലാക്ക് മെറ്റലില് ഇതാണുള്ളത് 3 എണ്ണം. ഇതിൽ ഓരോ പീസിന്റെയും റേറ്റ് വരുന്നത് 90 രൂപ. നെക്സ്റ്റ് കാണിക്കുന്നത് ഇത് ഞാൻ മുമ്പ് കാണിച്ചിരുന്ന ഒരു മാലയാണ്. 2 ടൈപ്പ് മാല ഇതിൽ കാണിച്ചിരുന്നു. ഇതുപോലെ കുറെ ഇഴകളായിട്ട് ഈ പേളിന്റെ മുത്തുകൾ മാത്രമുള്ള ഒരു മാലയും കാണിച്ചിട്ടുണ്ടായിരുന്നു. പേളും ഇതുപോലെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്, ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, പേള്, അങ്ങനെ 3 കളർ മുത്തുകളായിട്ടുള്ള ഒരു മാല. അപ്പോ ഇത് നല്ല എൻക്വയറി ഉണ്ടായിരുന്ന ഒരു മാലയാണ്. കാരണം ഇതില് പല കളറുകൾ ഉള്ളത് കാരണം ഈ കളറിലുള്ള ഏത് സാരിയുടെ കൂടി ഇത് ഇടാം എന്ന് പറഞ്ഞ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ ഇപ്പൊ അധികം പീസ് ഇല്ല, 3ഓ 4ഓ പീസ് മാത്രമാണ് ഈ മാല അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് വരുന്നത് 850. ഇത് ഒരു 2, 4, 6, 8 ലെയർ ആണ് ഇതിൽ വരുന്നത് കേട്ടോ. 8 ലെയർ ഉള്ള മാലയാണ്. ഇങ്ങനെ പറയുന്നത് കിടക്കില്ല, ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് കിടക്കുക. പാക്കറ്റിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് പരത്തി വെച്ചതാണ്. മാല എന്ന് പറയുന്നത് ഞാൻ എല്ലായ്പ്പോഴും കാണിക്കാറുള്ള കല്ലിന്റെ മാലയാണിത്. ഇതില് വേറെ കളേഴ്സുകൾ ഒന്നും തന്നെ ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. ഈ 2 കളറാണ് മാത്രം. ഇതില് ഈ ചെറിയ ചെറിയ കല്ലുകളുടെ ഒക്കെ നിറം ഒരുപോലെയാണ്. പക്ഷെ ഈ ഇടയ്ക്ക് വന്നിരിക്കുന്ന കല്ലുണ്ടല്ലോ, അതിന്റെ കളർ മാത്രമാണ് ഈ 2 മാലയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന മാലയല്ല. കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു അത് കുട്ടികൾക്ക് പറ്റും, കുട്ടികൾക്ക് പറ്റില്ല, ഇത് നിലത്ത് വീണാൽ ഇത് പൊട്ടിപ്പോവും, അങ്ങനത്തെ കല്ലിന്റെ മാലയാണിത്. അപ്പോ ഇത് വലിയവര് ഉപയോഗിക്കുന്ന മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 450. അതുപോലെ തന്നെ ഇതും ഞാൻ മുമ്പ് കാണിച്ചിരിക്കുന്ന വില കൂടിയ കല്ലിന്റെയാണ്.
ഇത് കണ്ടോ, ഈ സാൻഡ് സ്റ്റോൺ എന്നൊക്കെ പറയുന്നത് പോലത്തെയാണ്. ഇത് നല്ലൊരു തിളക്കമുള്ളതാണ്. ഈ ജെംസിന്റെ ഒക്കെ അത്ര വട്ടത്തില് ഉള്ള സ്റ്റോൺ തന്നെയാണ് ഇത്. ഇത് നിലത്ത് വീണ പൊട്ടിപ്പോകുന്ന മാലയാട്ടോ. ഇത് നമ്മളുടെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ കിടക്കുന്ന ഒരു നെക്ലേസ് ഇടുന്ന ഒരു പ്രതീതിയാണ്. ഇത് അത്രയ്ക്ക് ലെങ്ത് ആണ് ഇതിന് ഉണ്ടാവുള്ളൂ. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 650. ഞാൻ മുമ്പ് കാണിച്ചിരുന്ന ഒരു മാല തന്നെയാണ് ഇത്. കുട്ടികൾക്കും ഉപയോഗിക്കാം, കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു മാലയാണ്. ഇതിന്റെ റേറ്റ് ഇതൊരു എന്തെന്നാ, ഒരു യെല്ലോയില്, ഡാർക്ക് യെല്ലോ അല്ല, ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. ഇതിന് തന്നെ ഒരു തിളക്കുണ്ട്. ഈ മാല കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ഇതിലത്തെ ഈ മുത്തുകൾക്കൊക്കെ ഒരു തിളക്കമുള്ള മുത്താണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. ഈ മുത്തിന്റെ മാലകളാണ്. നമ്മളുടെ ബ്ലൗസിന്റെ നെക്കിനേക്കാൾ ഇറങ്ങി കിടക്കുന്ന അത്രയ്ക്ക് നീട്ടമുള്ള മുത്തുകളുടെ ഒരു മാല. ഇതില് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് 130. പേളിൽ വരുന്ന ഒരു മാല തന്നെയാണ്. ഇപ്പൊ തന്നെ തൊട്ട് മുമ്പ് ഞാൻ കാണിച്ച ആ മുത്തുകളെക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള മുത്താണ്, ക്വാളിറ്റിയും കുറച്ച് കൂടുതലുള്ള മുത്താണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 380. ഇത് നമുക്ക് ബ്ലൗസിന്റെ നെക്കിനേക്കാളൊക്കെ ഇറങ്ങി കിടക്കുന്ന ഒരു മാലയാണ്, നീളത്തിലിടാൻ പറ്റുന്നതാണ്. ഇതിന്റെ കുറെ കളേഴ്സ് ഞാൻ മുമ്പ് കാണിച്ചു തരുന്നു. മെറൂൺ കളർ, പച്ച കളർ, നീല കളർ, പിങ്ക് കളർ, കുറെ കളേഴ്സ് മുമ്പ് കാണിച്ചു തരുന്നു. പക്ഷെ ഇപ്രാവശ്യം കളേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ആകെ ക്രീം കളർ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഈ ക്രീം കളർ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഇത് ഒരെണ്ണം കഴുത്തിൽ കെട്ടിയാൽ ഇതിനൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉള്ളൊരു കളറാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 280. നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു വളയാട്ടോ. ഇത് കണ്ടോ, ഇത് ബ്ലാക്ക് അല്ല, ഈ കളർ എന്ന് പറയുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറാണ്. ഇതിൽ തന്നെ ഇത് ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കുമ്പോ ഒക്കെ ആ ഒരു തിളക്കം മനസ്സിലാവുന്നില്ലേ? ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് ഇതിലെല്ലാത്തിലും. സ്റ്റോൺ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലുള്ള സ്റ്റോൺ, സൈഡിലാണ് സിൽവറിന്റെ ഒരു ഡിസൈൻ ഇങ്ങനെ പോകുന്നത്. എല്ലാതും ഫ്ലവർ ആയിട്ടാണ്. ഒരു ഫ്ലവർ മറ്റേ ഫ്ലവറിനോട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പോയിരിക്കുന്ന വളകളാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ വളകള്. അപ്പം ഇതില് ഈ നേവി ബ്ലൂവില് അവൈലബിൾ ആയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് 2.4ഉം 2.6ഉം മാത്രമാണ്. ഇതില് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് 180 രൂപ. ഇനി ഇത് തന്നെ ഇതില് മൾട്ടി കളറിൽ വരുന്നതാണ്. ഇത് കണ്ടോ, രണ്ടും ഒരേ പാറ്റേൺ തന്നെ, പക്ഷെ ഒരെണ്ണം നേവി ബ്ലൂ മാത്രം സിംഗിൾ കളർ. ഇതിൽ വരുമ്പോ പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട്, അങ്ങനെ മെറൂൺ ഉണ്ട്, അങ്ങനെ പല കളറുകൾ മിക്സ് ആയിട്ടുള്ള വളയാണ്. ഇതില് ഈ പല മൾട്ടി കളർ ഉള്ളതില് 2, 4, 2, 6, 2, 8 അവൈലബിൾ ആണ്. ഈ ഡാർക്ക് നേവി ബ്ലൂവിൽ വരുമ്പോ 2, 4, 2, 6 മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതില് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് 185. നെക്സ്റ്റ് കാണിക്കുന്നതും വള തന്നെയാണ്. കണ്ടോ, 2 ഷെയ്ഡാണെന്ന് മാത്രം. ഇതും അതെ, ചെറിയ ചെറിയ ഫ്ലവറും നല്ലൊരു ബേബി പിങ്ക് അല്ല, ഓറഞ്ച് അല്ല, അങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഈ വളയിലുള്ളത്. ഇതില് നല്ലൊരു അക്വാ ഗ്രീൻ ഷെയ്ഡാണ് ഈ വളകള്. ഈ 2 വളയിലും സൈസുകൾ അവൈലബിൾ ആയിരിക്കുന്നത് 2, 4ഉം 2, 6ഉം ആണ്. ഇതില് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് 140 ആണ്. ഇതില് കളർ പോവാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ തിളക്കൊക്കെ ഇതിൽ കാണുന്ന ഈ വളകളുടെ തിളക്കം അതിങ്ങനെ നിലനിൽക്കുന്ന ഒരു തിളക്കാണ്. നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളകളാണ്. ഒരു പീസിന്റെ റേറ്റ് വരുന്നത് 140. പിന്നെ ഒരു കാര്യം വളയുടെ കാര്യത്തിൽ പറയട്ടെ. ഇപ്പൊ 2, 4, 2, 6 എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുമ്പോ ഒരു ഞളക്കവും ഇല്ലാത്ത വളയാണ് ഞാൻ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ചിലപ്പോ നിങ്ങൾ 2, 4 ഓർഡർ ചെയ്തു, എന്നിട്ട് അവിടെ നിങ്ങൾക്ക് വള കിട്ടിക്കഴിയുമ്പോ നിങ്ങള് അത് കയ്യുമ്മ ഇങ്ങനെ കുത്തി കയറ്റി കഴിയുമ്പോ കേറുന്നില്ല. അപ്പോഴാണോ വളക്ക് ഞളക്കം വരുന്നത്. നമ്മൾ ഇവിടുന്ന് അയക്കുമ്പോ ഒരു ഞളക്കവും ഇല്ലാത്ത വളയാണ് നമ്മൾ അയക്കുന്നത്. അപ്പോ അത് കേറുന്നില്ല എന്ന് കാണുമ്പോ നിങ്ങൾക്ക് നെക്സ്റ്റ് സൈസ് വേണം, 2, 6 വേണം. അപ്പൊ നിങ്ങൾ എന്നോട് വിളിച്ചു പറയാണ് വളഞ്ഞിളങ്ങി വേറെ മാറി തരണം എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. കാരണം ഞാൻ സൈസ് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ സൈസിന് സ്യൂട്ട് ആയിട്ടുള്ള വള എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചിലവര് പറയും വളക്ക് എങ്ങനെയാണ് വളയുടെ സൈസ് എടുക്കാറ്. വളയുടെ സൈസ് എടുക്കുന്നത് നിങ്ങളുടെ കൈമ കിടക്കുന്ന ഒരു വള ഒരു സ്കെയിൽ വെച്ചിട്ട് അപ്പുറത്തുനിന്ന് ഒരു സ്കെയിൽ വെച്ച് ഇങ്ങനെ അളക്കാം. അപ്പോ നമുക്ക് കാണാൻ പറ്റും 2, 4 ആണോ 2, 6 ആണോ ഞാൻ ഉപയോഗിക്കുന്ന വള. അപ്പോ കറക്റ്റ് സൈസ് അനുസരിച്ചിട്ട് വേണം വള എടുക്കാൻ കേട്ടോ. അപ്പൊ ഇങ്ങനെ 2 ഷെയ്ഡിലാണ് ഈ വളകൾ അവൈലബിൾ ആയിരിക്കുന്നത്. 2, 4, 2, 6 സൈസിലാണ് ഈ വളകൾ ഉള്ളത്. കാണിക്കുന്ന വള ഇത് കുട്ടികൾക്ക് പറ്റിയ വളയാണ്.
ഇപ്പം ഹോളി കമ്മ്യൂണിയനൊക്കെ ഒരുമിച്ച് നടത്തുന്ന സമയമൊക്കെ കഴിഞ്ഞു. പക്ഷെ സെപ്പറേറ്റ് ഒക്കെ നടത്തുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ. പിന്നെ അവരുടെ സിബ്ലിങ്സിനൊക്കെ ഒരേപോലത്തെ അങ്ങനത്തെ കളർ കോഡിങ്ങിൽ ഇതുപോലത്തെ വളകൾ വേണമെന്നുണ്ടെങ്കിൽ 2, 2, 4 മാത്രമാണ് ഈ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം കുട്ടികൾക്ക് അത്രേ ഉണ്ടാവുള്ളൂ. 2, 2, 2, 4 കുട്ടികൾക്ക് വേണ്ടു. അപ്പൊ ഇതില് 2 പീസാണ് ഒരു സെറ്റിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 240. കാണിക്കുന്നത് ഒരു ക്ലിപ്പാണ്, കണ്ടോ. ഇത് നമുക്ക് സെന്ററിൽ കുറച്ച് മുടി എടുത്തിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ്. ഫുൾ മുടി ഇടുന്ന ക്ലിപ്പ് അല്ലാട്ടോ, സെന്ററിൽ കുറച്ച് മുടി മാത്രം എടുത്തിട്ട് ഇടുന്ന ക്ലിപ്പാണ്. ഇപ്പൊ ഇതില് ഇത് കണ്ടോ, നല്ലൊരു ഒരു ഗോൾഡൻ കളറിലുള്ള മുത്തുകളും കല്ലുകളും ലീഫ് പോലെയുള്ള ഡിസൈൻ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ക്ലിപ്പാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 200 രൂപ. ഇനി ഇത് തന്നെ അടുത്തൊരു ക്ലിപ്പ് നോക്ക്. ഇതില് എല്ലാം സെയിം തന്നെ, കളർ മാത്രം. ഇതിലത്തെ ഫ്ലവർ ഒരു ബ്ലൂ ഷെയ്ഡാണ്, കണ്ടോ. ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഫ്ലവർ വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ബീഡ്സ് ഒക്കെ ഇതുപോലെ തന്നെ ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് ആണ്. ഇതും കുറച്ച് മുടിയെടുത്ത് സെന്ററിൽ മാത്രം ഇടുന്ന ക്ലിപ്പാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നതും 200 രൂപ. പിന്നത്തെ പാറ്റേൺ എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഇതൊക്കെ ഞാനിപ്പോ ഇത് കവറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാത്തത് കൊണ്ടാണ്. എടുത്തു കഴിയുമ്പോ കണ്ടോ, ഇതുപോലെ നല്ല തിളക്കമുള്ള ക്ലിപ്പുകളാണിത്. അപ്പൊ ഇതിലൊരു ലൈറ്റ് ബ്ലൂവും ഉണ്ട്, ഗ്രേയും ഉണ്ട്, പിങ്കും ഉണ്ട്. ഇങ്ങനെയാണ് ഈ ക്ലിപ്പ്. ഇതും കുറച്ച് മുടി എടുത്തിട്ട് സെന്ററിൽ മാത്രം ഇടുന്ന ക്ലിപ്പാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. അപ്പൊ ഇതിലാവുമ്പോ ഫുൾ ഈ ബ്ലൂ ഗ്രേ ഫ്ലവറുകളൊക്കെ ബ്ലൂ ഗ്രേ മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ തന്നെ. ഇതിലാവുമ്പോ ബ്ലൂ ഗ്രേയും ഒരു ലൈറ്റ് പിങ്കും കൂടി ഉണ്ട്. ഇതൊക്കെ കുറച്ച് മുടികൾ എടുത്തിടുന്ന ക്ലിപ്പുകളാണ്. അതുപോലെ തന്നെ കുറച്ച് മുടി എടുത്തിടുന്ന ക്ലിപ്പ് ഇത് ഞാൻ പലതവണ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ കസ്റ്റമേഴ്സ് എൻക്വയറി ഉള്ള ഒരു ക്ലിപ്പാണ്. ഇത് കുറച്ച് മുടി എടുത്ത് സെന്ററിൽ മാത്രം ഇടുന്ന ഒരു ക്ലിപ്പാണ്. ഇതൊരു പിങ്ക് കളറ്. ഇനി അതിന്റെ വേറൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. പിന്നത്തെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് പൗഡർ ബ്ലൂവും ഗ്രേയും കൂടി മിക്സ് ചെയ്ത കളറും ബ്ലാക്കും കൂടി. ഇങ്ങനെ 3 ഷെയ്ഡിലാണ് ഈ ക്ലിപ്പുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 190 രൂപ. ഇന്ന് കാണിച്ച ഈ ഫാൻസി ഐറ്റംസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്